ട്രബിളിൻ്റെ നടുവിൽ നിനക്ക് തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളാണ് നമ്മുടെ ട്രബിൾസ്. ആമേൻ. നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന സമയത്ത് നമുക്കറിയാം, പടക് കാറ്റും കോളും കൊണ്ട് അലഞ്ഞ് ഉലഞ്ഞ് ആ ഗലീല തടാകത്തിൽ മുങ്ങാൻ തുടങ്ങുമ്പോൾ, സ്തോത്രം, യേശു കർത്താവ് രാത്രിയുടെ 4-ാം യാമത്തിൽ very present help in trouble. Even in the midnight, in the midst of storm, amen, ഈ പ്രതിസന്ധിയുടെ നടുവിൽ, വെല്ലുവിളിയുടെ നടുവിൽ, ആരുമില്ലാത്ത സമയത്ത് ആ വെള്ളത്തിൻ്റെ മീതെ നടന്നു വരുന്നത്, അതാണ് വെരി പ്രസന്റ് ഹെൽപ്പ് ഇൻ ട്രബിൾ. നീ പ്രതിസന്ധിയുടെ നടുവിൽ ഒറ്റയ്ക്ക്, ആർക്കും നിന്നെ കൈപിടിക്കാൻ, നിന്നെ കൈ നീട്ടുമ്പോൾ നിന്റെ കൈക്ക് പിടിക്കാൻ ഭൂമിയിൽ ആരുമില്ലാതിരിക്കുമ്പോൾ, നിന്റെ ഉറ്റവരും ഉടയവരും ഒക്കെ ആബ്സെന്റ് ആകുമ്പോൾ, നിന്റെ ശബ്ദം കേൾക്കാൻ ഒരാളുമില്ലാതിരിക്കുമ്പോൾ, വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന ഒരുവൻ കൈ മുകളിലേക്ക് ഉയർത്തി രക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ കാണാൻ ആരുമില്ലാതെ അവൻ മുങ്ങിത്താഴുന്നത് പോലെ തോന്നുമ്പോൾ, അതിന്റെ നടുവിലും ആ പ്രസന്റ് ഹെൽപ്പായിട്ട്, ഏറ്റവും അടുത്ത തുണയായിട്ട് അടുത്തു വന്ന് കൈകളിൽ പിടിച്ച് നിന്നെ വലിച്ചുയർത്തി മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവത്തെ സേവിക്കാൻ, ഒരു ദൈവത്തെ ആരാധിക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ, നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ മറന്നുകളയുന്ന, മറഞ്ഞിരിക്കുന്ന, തള്ളിക്കളയുന്ന, കണ്ണടയ്ക്കുന്ന, കണ്ണുനീരിനെ മറികടന്നു പോകുന്ന, നിന്നെ ഇല്ലാതാക്കുന്ന, അവൻ നിന്റെ പ്രശ്നങ്ങൾ കണ്ട്, നിന്റെ വേദന കണ്ട് ചിരിക്കുന്ന, സന്തോഷിക്കുന്ന ഒരു ദൈവത്തെ അല്ല നീ. നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ നിന്റെ അടുത്തിറങ്ങി വരുന്ന നടന്നു വരുന്ന അവൻ, നിന്റെ ജീവിതത്തിൽ ആർക്കും നിന്നെ സഹായിക്കാൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ തീച്ചൂളക്കകത്താണെങ്കിൽ, തീച്ചൂളക്കകത്ത് നിനക്ക് വേണ്ടി, ദൈവത്തിനു വേണ്ടി നിന്നെ അവൻ തീക്കകത്ത് ഉപേക്ഷിക്കത്തില്ല. തീക്കകത്ത് അവൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. നീ പിടിച്ച ദൈവം, നീ സേവിച്ച ദൈവം, നീ ആശ്രയിച്ച ദൈവം. ആമേൻ. അനുഭവമുള്ള ദൈവമക്കൾ ഇന്ന് പകൽക്കാലം അനുഭവത്തോടെ ദൈവത്തെ സേവിക്കാൻ, അനുഭവത്തോടെ ദൈവത്തെ സേവിപ്പാൻ കഴിഞ്ഞ നാളുകളിൽ ഒറ്റപ്പെട്ടു പോയ സമയങ്ങളിൽ ആമേൻ, a very present help in trouble. എന്നെ ടച്ച് ചെയ്തൊരു വേദഭാഗമാണ്. A very present help in trouble. ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ നിനക്ക് വേണ്ടി ആ റൈറ്റ് ടൈമിൽ, മനസ്സിലായോ എപ്പോഴാ ദൈവം പ്രവർത്തിക്കുന്നതെന്ന്? റൈറ്റ് ടൈം. ആമേൻ. ആ റൈറ്റ് ടൈം എത്ര പേർക്ക് അത് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്? നീ ഭാരപ്പെടേണ്ട, നിനക്ക് വേണ്ടി റൈറ്റ് ടൈമിൽ ഇറങ്ങി വരാൻ, റൈറ്റ് ടൈമിൽ ഇറങ്ങി വരാൻ, നിനക്ക് എപ്പോഴാ സഹായം വേണ്ട ആ സെക്കൻഡിൽ നിന്റെ അടുത്തിറങ്ങി വന്ന് നിനക്കൊരു സഹായമായി, നിന്റെ അപ്പനോ അമ്മയ്ക്കോ നിന്റെ ഭാര്യയ്ക്കോ നിന്റെ ഭർത്താവിനോ നിന്റെ കുഞ്ഞുങ്ങൾക്കോ കയറി വരാൻ പറ്റാത്തടുത്ത്, ഈവൻ ആമേൻ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കയറി വരാൻ, ആമേൻ പ്രതിസന്ധിയുടെ നടുവിൽ കയറി വരാൻ, നിന്റെ ഏത് വിഷയത്തിലും ഇറങ്ങി വരാൻ യേശു മതിയായവനാ. വിശ്വസിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്? വിശുദ്ധിയോടെ സേവിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ആത്മാർത്ഥമായി ദൈവത്തെ സേവിക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഈ ദൈവം നിനക്ക് പ്രസന്റ് ഹെൽപ്പാ. സിംഹക്കുഴിക്കകത്ത് വീഴുമ്പം അവിടെ ഇറങ്ങി വരും, തീക്കകത്ത് വീഴുമ്പോൾ അവിടെ ഇറങ്ങി വരും, കാറ്റും കോളും അടിക്കുമ്പോൾ അവിടെ ഇറങ്ങി വരും. നിന്റെ മുമ്പിൽ വരുന്ന പ്രതിസന്ധികളെ തട്ടി മാറ്റിക്കളയും. മനസ്സിലായോ ഞാൻ പറഞ്ഞ വാക്ക്? നിന്റെ മുമ്പിൽ വരുന്ന പ്രതിസന്ധികളെ തട്ടി മാറ്റിക്കളയുന്ന ദൈവം, നിന്റെ മുമ്പിൽ വരുന്ന അനർത്ഥങ്ങളെ തട്ടി മാറ്റിക്കളയുന്ന ദൈവം, നിന്റെ മുമ്പിൽ വരുന്ന അപകടങ്ങളെ തട്ടി മാറ്റിക്കളയുന്ന, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയും. ഇന്ന് പകൽക്കാലം ഇത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
He does everything beautiful in his time എന്ന്. അവൻ തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന, ഭംഗിയായി ചെയ്യുന്ന ദൈവമെന്ന്. നിന്നെ തകർത്ത് കളയാൻ പിശാച് പദ്ധതിയിട്ട് നിനക്കെതിരെ തീയമ്പുകൾ തൊടുത്തു വിടുമ്പോൾ നിന്റെ അടുത്ത് വരുന്ന തീയമ്പുകളെ തട്ടി മാറ്റിക്കളയുന്ന, മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപകടങ്ങൾ, അനിഷ്ട സംഭവങ്ങൾ, മാരക രോഗങ്ങൾ, ആമേൻ, നിന്റെ പ്രാണനെ പോലും പതിയിരുന്ന് ആക്രമിക്കുന്ന അന്ധകാരത്തിന്റെ ശക്തികൾ നിനക്കെതിരെ വാദിച്ചു നിൽക്കുമ്പോൾ, അവൻ നിന്നെ തകർത്ത് കളയാൻ നിനക്കെതിരെ തൊടുത്തു വിടുമ്പോൾ തട്ടി മാറ്റിക്കളയുന്ന, തക്ക സമയത്ത് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന, ഏറ്റെടുക്കാൻ കഴിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ചിലരോട് പറയുന്നു, ഈ ദിവസങ്ങളിൽ നിനക്കെതിരെ വരുന്ന ചില ആയുധങ്ങളെ അവൻ തട്ടി മാറ്റിക്കളയും. നിനക്ക് വിരോധമായി വരുന്ന ഒരായുധവും നിനക്ക് ഫലിക്കത്തില്ല. ഏറ്റെടുക്ക് ആരാധിക്കാൻ പറ്റുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിനക്കെതിരെ വരുന്ന ഒരായുധവും നിനക്ക് ഫലിക്കത്തില്ല. വിശ്വസിക്കുക ദൈവമക്കളെ, തക്ക സമയത്ത് അവൻ ഇറങ്ങി വന്ന് അത് തട്ടി മാറ്റിക്കളയുന്ന എ വെരി പ്രസന്റ് ഹെൽപ്പർ, ഒരു തക്ക തുണയായി അടുത്തിരുന്ന് പ്രവർത്തിക്കുന്ന സർവശക്തനായ